ഒരിക്കൽ ഡൊമിനിക് സാവിയോ തൻ്റെ കൂട്ടുകാരുമൊത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുകയാണ്, ഇപ്പോൾ ലോകം അവസാനിച്ചാൽ നീ എന്ത് ചെയ്യും? അതിനുള്ള മറുപടിയായിട്ട് ഡൊമിനിക് സാവിയോ കൊടുക്കുന്നത്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതുപോലെ ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അദ്ദേഹം ഈശോയെ സ്വീകരിക്കാനായിട്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ എത്രത്തോളം ഒരുക്കമുള്ളവരാണ് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ എപ്പോഴും ജാഗരൂകരായിരിക്കുവാൻ വേണ്ടിയാണ് ഈശോ നമ്മോട് ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വിശുദ്ധ അഗസ്റ്റീനോട് ഒരാൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, വൈ ഗുഡ് പീപ്പിൾ സഫർ ആൻഡ് ബാഡ് പീപ്പിൾ ആർ എൻജോയിങ് ഇൻ ദിസ് വേൾഡ്. അതിനുള്ള മറുപടിയായിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നന്നായിട്ട് ജീവിച്ച മനുഷ്യർക്ക് ദൈവം സ്വർഗത്തിൽ പ്രതിഫലം ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശുദ്ധ അഗസ്റ്റീൻ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കാൻ വേണ്ടി കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല, വെറും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈശോയുടെ ജീവിതത്തിലേക്ക് ഇടം പിടിക്കാൻ സാധിക്കുന്നു. നമുക്കൊന്ന് നോക്കാം, ഈ ചെടിച്ചട്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് പൊക്കി വെച്ചുകൊണ്ട് നേരെ അതിൻ്റെ കൃത്യമായ പൊസിഷനിൽ വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പ്രവർത്തികൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈശോയുടെ ഹൃദയത്തിലേക്ക് ഇടം പിടിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ആഗമന കാലത്തിലായിരിക്കുമ്പോൾ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഈശോ സ്നേഹിക്കുന്ന ഒരു നല്ല മനുഷ്യനായിട്ട് അല്ലെങ്കിൽ നല്ല വ്യക്തിയായിട്ട് മാറാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ ആഗമന കാലത്തിലൂടെ ഈശോയോട് പ്രാർത്ഥിക്കാം.